ലാസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇക്വിറ്റി ഡിവിഡൻഡ് കവറാണ്. ഇക്വിറ്റി ഡിവിഡൻഡ് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഡിവിഡൻഡ് എങ്ങനെ കവർ ചെയ്യാനുള്ള പ്രോഫിറ്റ് നമുക്കുണ്ടോ, ഇക്വിറ്റി ഡിവിഡൻഡ് കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ സ്ഥാപനത്തിനുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഏൺ ചെയ്യുന്ന നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് ഇക്വിറ്റി ഡിവിഡൻഡ് കൊടുക്കാനുള്ള എമൗണ്ട്, ആ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ഉണ്ടാകുമോ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ 4 പോയിൻ്റായിട്ട് ഡിസ്കസ് ചെയ്തത്. അതിൽ ഇക്വിറ്റി ഡിവിഡൻഡ് കവറുണ്ട്, പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ് കവറുണ്ട്, EPS ഉണ്ട്, പ്രൈസ് ഏണിംഗ് റേഷ്യോ ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 289 ഇല്ലസ്ട്രേഷൻ 19 ആണ്. പേജ് നമ്പർ 289 ഇല്ലസ്ട്രേഷൻ 19. ഇതിൽ DPS കാണാനുള്ളൊരു ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. DPSും കാണണം, ഡിവിഡൻഡ് ഈൽഡ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇക്വേഷൻ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഇക്വിറ്റി ക്യാപിറ്റൽ 50,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്, then equity dividend 40% and market price per share ₹80 ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ DPS കാണുമ്പോൾ DPS is equal to dividend per share is equal to DPS is equal to total equity dividend divided by number of equity shares. Total equity dividend divided by number of equity shares. Total equity dividend number of equity shares കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ടോട്ടൽ ഇക്വിറ്റി ഡിവിഡൻഡ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് അല്ലെങ്കിൽ എന്താണ് ടോട്ടൽ ഇക്വിറ്റി എമൗണ്ട്. ടോട്ടൽ ഇക്വിറ്റി എമൗണ്ട് എന്ന് പറയുന്നത് 5 lakh rupees ആണ്. 5 lakhൻ്റെ 40% ആണ് നമ്മുടെ ഇക്വിറ്റി ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ 5 lakhൻ്റെ 40% കണ്ടാൽ നമുക്കറിയാം 5 lakhൻ്റെ 40%, 5 lakh into 40% ഡിവൈഡഡ് ബൈ 50,000, ദാറ്റ് ഈസ് ഈക്വൽ ടു ₹4 per ഷെയർ. ഒരു ഷെയറിന് 4 രൂപയാണ് DPS കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം ഡിവിഡൻഡ് പെർ ഷെയർ ഈസ് ഈക്വൽ ടു ₹4. ഓരോ ഷെയറിനും 4 രൂപ പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടത്തക്ക രീതിയിലാണ് DPS നമുക്ക് കിട്ടുന്നത്. അടുത്തായിട്ട് ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ ആണ്. ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ എന്ന് പറയുന്നത് DPS ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ആണ്. DPS ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ DPS നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്, 4 രൂപയാണ് DPS. ദെൻ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ₹80 ആണ്. അപ്പോൾ ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 80 ഹോൾ ഇൻറ്റു 100. അപ്പം നമുക്ക് 5% ആണ് DPS കിട്ടുന്നത്. അപ്പോൾ 5%. ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ പ്രിഫറൻസ് ഷെയർ എടുത്തിട്ടുള്ള ഒരാൾക്ക് 5% ഡിവിഡൻഡ് കിട്ടും. സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ള 2 കാര്യമാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഒന്ന് DPS എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് എന്താണ് പെർ ഷെയർ എന്നുള്ളതാണ്. ഒരു ഷെയറിന് കിട്ടുന്ന ഡിവിഡൻഡ് കാണണം. 2 ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ ആണ്. അപ്പോൾ DPS എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഓരോ ഷെയർസിനും എത്ര എന്ത് കിട്ടും, ഡിവിഡൻഡ് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഡിവിഡൻഡ് നമുക്കറിയാം 40% ആണ്. 5 lakhൻ്റെ 40% ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് 50,000 ആണ്. ഈസ് ഈക്വൽ ടു 4 per ഷെയർ ആണ്. ഒരു ഷെയറിന് 4 രൂപയാണ് ഡിവിഡൻഡ് കിട്ടുന്നത്. ഇനി നമുക്ക് ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ ആണ് കാണുന്നത്. ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ എന്ന് പറയുന്നത് ഡിവിഡൻഡ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ എടുത്തിട്ടുള്ള ഒരാൾക്ക് എത്ര ശതമാനമാണ് അയാൾക്ക് ഡിവിഡൻഡ് കിട്ടുന്നത്. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു DPS ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ആണ്. അപ്പോൾ DPS നമുക്കറിയാം, DPS നമ്മൾ 4 per ഷെയർ കണ്ടു കഴിഞ്ഞു. അപ്പോൾ 4 രൂപയാണ് ഷെയറിന് നമുക്ക് DPS ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് 80 ആണ്. 80 into 100, 4 divided by 80 into 100 is equal to 5% ആണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പ്രിഫറൻസ് ഷെയർ എടുത്തിട്ടുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് 5% ആണ് അവർക്ക് എന്തായിട്ട് കിട്ടുന്നത്, റിട്ടേൺസ് ആയിട്ട് കിട്ടുന്നത്, ഈൽഡ് റേഷ്യോ ആയിട്ട് കിട്ടുന്നത്. ദെൻ ഈ ഒരു ടോപ്പിക്ക് അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലിവറേജ് റേഷ്യോസ് ആണ്. ലിവറേജ് റേഷ്യോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ of management to use fixed cost sources of funds to increase the return of equity shareholder. അപ്പോൾ ഇവിടെ നമ്മൾ ലിവറേജ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ഫണ്ടുകൾ, റിസോഴ്സസ് നമ്മൾ ഉപയോഗിച്ച് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ആർക്ക്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. മനസ്സിലാകാത്ത ഈ ഒരു ആംഗിൾ മനസ്സിലാകാത്ത കുട്ടികളുണ്ടാവും. നമ്മൾ കടം വാങ്ങിയിട്ട് എന്ത് ചെയ്യാം, അപ്പം നമ്മൾ എല്ലാ വലിയ കമ്പനികൾ, റിലയൻസ് പോലെയുള്ള മറ്റ് വലിയ റിലയൻസിൻ്റെ പേര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് വിചാരിക്കരുത്, പല കമ്പനികളുണ്ടാവാം. വലിയ കമ്പനികളൊക്കെ ചെയ്യുന്നത് എന്താണ്, ഒരുപാട് ഫിക്സഡ് ആയിട്ടുള്ള ഇൻകം ബെയറിംഗ് ഫണ്ടുകൾ വാങ്ങിക്കുന്നു, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു.
ആ ഡിബഞ്ചേഴ്സ് ഇപ്പോൾ 8% ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ 8% നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. ആ 8% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ 20%, 25% പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ നമുക്കതിൽ നിന്ന് 8% കഴിച്ച് ബാക്കിയുള്ളത് ആർക്ക് കൊടുക്കാം, ആർക്കെടുക്കാം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എടുക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ലിവറേജ് എന്ന് ഉദ്ദേശിച്ചു, ലിവറേജ് റേഷ്യോസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ എബിലിറ്റി ഓഫ് മാനേജ്മെൻറ്റ് ടു യൂട്ടിലൈസ് ദ ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സ്. മനസ്സിലായല്ലോ? ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട് ഉപയോഗിക്കുന്നതിൻ്റെ എഫിഷ്യൻസി, യൂട്ടിലിറ്റി ഓഫ് മാനേജ്മെൻറ്റ് മെഷർ ചെയ്യാനുള്ള റേഷ്യോസാണ്. ദർ ആർ മെയിൻലി 2 types ഓഫ് ലിവറേജ് റേഷ്യോസ്. ഫസ്റ്റ് വൺ ഈസ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫിനാൻഷ്യൽ ലിവറേജ്. സാധാരണഗതിയിൽ 2 ടൈപ്പ് ലിവറേജ് റേഷ്യോസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ലിവറേജ് റേഷ്യോ നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയും. ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് എമൗണ്ടും നമ്മുടെ സെയിൽസുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഓപ്പറേറ്റിംഗ് ലിവറേജിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരുപാട് ഫിക്സഡ് ചാർജസ് ഉണ്ട് അല്ലേ? അപ്പോൾ സെയിൽസിൻ്റെ വോളിയം കൂടുന്തോറും നമുക്ക് എന്തുണ്ടാവും, ഫിക്സഡ് ചാർജസിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരും. അതും അല്ലെങ്കിൽ എന്താണ്, നമുക്ക് പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടുന്തോറും എന്ത് ഇൻക്രീസ് ചെയ്യുന്നില്ല, നമ്മുടെ ഫിക്സഡ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നില്ല. നമ്പർ ഓഫ് യൂണിറ്റ്സ് കുറഞ്ഞ, വോളിയം ഓഫ് ബിസിനസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോസ് ആയിരിക്കും. അതേസമയം വോളിയം ഓഫ് ബിസിനസ് കൂടുന്തോറും നമുക്ക് പ്രോഫിറ്റായിട്ട് വരും. കാരണം എന്താ വെച്ചാൽ ഫിക്സഡ് എക്സ്പെൻസസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എന്താണ്, നോൺ ചേഞ്ചബിൾ, അല്ലെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് എ ചേഞ്ചബിൾ എക്സ്പെൻസസ്. ഫിക്സഡ് എക്സ്പെൻസ് ആണ്. അത് എന്തിനനുസരിച്ച് വാരി ചെയ്യുന്നില്ല, നമ്മുടെ വോളിയത്തിനനുസരിച്ച് വാരി ചെയ്യാത്ത ഒരു കോസ്റ്റാണ് ഫിക്സഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് അതിൻ്റെ ഇക്വേഷൻ നോക്കാം നമുക്ക്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ലിവറേജ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. എന്താണ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ? കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടി ചേർന്നിട്ടുള്ളൊരു പോയിൻ്റാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അത് മനസ്സിലാകാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയാം. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ BBA ആദ്യമായിട്ട് പഠിക്കുകയായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ടേം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഞാനൊരു വേണമെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. സെയിൽസ് എന്ന് പറയുന്നത് കോസ്റ്റും പ്രോഫിറ്റും കൂടി ചേർന്നാണ് അല്ലേ? അപ്പം ഈ പേനയ്ക്ക് 5 രൂപയാണ് വില, സെല്ലിംഗ് പ്രൈസ് 5 രൂപയാണ്. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 3 രൂപയാണ്, 2 രൂപ പ്രോഫിറ്റുമാണ്. ക്ലിയർ? മനസ്സിലായല്ലോ? ഈ 3 രൂപ കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് 3 രൂപ കോസ്റ്റിന് 2 രൂപ പ്രോഫിറ്റാണ്. 3 രൂപ കോസ്റ്റിന് ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഫിക്സഡ് കോസ്റ്റും ഉണ്ട്, വേരിയബിൾ കോസ്റ്റും ഉണ്ട്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫാക്ടറിക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഫാക്ടറി കെട്ടിടത്തിന് കൊടുക്കുന്ന റെൻറ്റ്. അതിപ്പോൾ നമ്മൾ 2 ലക്ഷം പാൻ ഉണ്ടാക്കിയാലും ഒരു പാൻ ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, റെൻറ്റ് കൊടുക്കണം അല്ലേ? നമുക്ക് മാനേജറുണ്ട്, മാനേജർക്ക് സാലറി കൊടുക്കണം. ഇപ്പോൾ കൊറോണയൊക്കെയാണ്, സ്ഥാപനമൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്, അത് വിചാരിച്ച് റെൻറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? അപ്പോൾ പ്രൊഡക്ഷൻ നടന്നാലും ഇല്ലെങ്കിലും റെൻറ്റ് കൊടുക്കണം. ഇപ്പോൾ റെൻറ്റ് പോലെയുള്ള എക്സ്പെൻസിനെ ഫിക്സഡ് ചാർജ് എന്ന് പറയും. അപ്പോൾ ഞാനിവിടെ പറയട്ടെ, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റാണ് ടോട്ടൽ കോസ്റ്റ് അല്ലേ? ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റാണ് സെയിൽസ്. അപ്പോൾ സെയിൽസിൽ നിന്ന് പ്രോഫിറ്റ് കുറച്ചാൽ, സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ ബാക്കി എന്തൊക്കെ ഉണ്ടാവും? അതിൽ സെയിൽസും ഉണ്ടാവും, പ്രോഫിറ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റാണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഞാനിവിടെ 2 ഇക്വേഷൻ പറഞ്ഞു. ഒന്ന്, കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. 2, കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാക്കിയാൽ മതി ക്വസ്റ്റ്യൻ ചെയ്യാനാണ്. ഞാനതിൻ്റെ ഒരു കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകുന്നേ ഉള്ളൂ. ആർക്കെങ്കിലും അറിയാത്തതന്നെ ചോദിച്ചാൽ ഞാൻ അതിലും ഡീപ്പായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇനി ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. ഫിനാൻഷ്യൽ ലിവറേജ് പഠിക്കുമ്പോൾ കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് പോകണം. അതായത് നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഓൺ ഫണ്ട് ചിലപ്പോൾ അധികം ഉണ്ടായെന്ന് വരില്ല, അല്ലെങ്കിൽ ഓൺ ഫണ്ട് ഉള്ളവർ തന്നെ മുഴുവൻ ഓൺ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കില്ല ബിസിനസ് നടത്തുന്നുണ്ടാവുക. നമുക്ക് പുറത്തുനിന്ന് കിട്ടാവുന്ന ചീപ്പ് റേഷ്യോയിലുള്ള, ചീപ്പ് എമൗണ്ട് ഓഫ് പേയ്മെൻറ്റിലുള്ള നമ്മുടെ എന്ത് ചെയ്യുന്നു, ഫിക്സഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ബോറോഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കളക്ട് ചെയ്യുന്നു. ആ
ചീപ്പ് എമൗണ്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈ പ്രോഫിറ്റ് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, ഡെപ്റ്റ് ഫണ്ട് ഉപയോഗിച്ച്, ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ എത്രത്തോളം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ നമ്മൾ നടത്തുന്നുണ്ട്, ആ റേഷ്യോനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്, ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും നമ്മുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സും ആയിട്ടുള്ളൊരു പോയിൻ്റാണ് നോക്കാം നമുക്ക്. ദെൻ ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് നമ്മുടെ എന്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു ലോ റേഷ്യോ ആണ്, ഹൈ ഫിനാൻഷ്യൽ റേഷ്യോ ലിവറേജ് വരികയാണെങ്കിൽ എന്താണ്, അത് കൂടുതൽ റിസ്കി ബിസിനസ്സാണ്. ഹൈ ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്, കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് കുറച്ച് താഴെ കണ്ട് നിൽക്കുകയാണ്. ലോ റേഷ്യോ എന്ന് പറയുന്നത് മോഡറേറ്റ് ആണ്, കൂടുതൽ ബോറോഡ് ഫണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ള റേഷ്യോയിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ടോട്ടൽ ലിവറേജ് അല്ലെങ്കിൽ കമ്പൈൻഡ് ലിവറേജ് എങ്ങനെ കണക്കാക്കാമെന്ന് നോക്കാം. നമുക്ക് കമ്പൈൻഡ് ലിവറേജ് ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ്. കമ്പൈൻഡ് ലിവറേജ് ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ്. കമ്പൈൻഡ് ലിവറേജ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് അതിൻ്റെ എന്താണ്, അതിൻ്റെ സമ്മാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റാണ്. സമ്മല്ല, അതിൻ്റെ പ്രൊഡക്റ്റാണ് എന്തെന്ന് പറയുന്നത് കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പൈൻഡ് ലിവറേജ് ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ് ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, കമ്പൈൻഡ് ലിവറേജിൻ്റെ ഇക്വേഷൻ നോക്കാം. നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ്. അത് വേണമെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഹോൾ ഇൻറ്റു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അത് നമുക്ക് സമ്മപ്പ് ചെയ്യാം, ഒരു സിംഗിൾ ഇക്വേഷനിലേക്ക് സമ്മപ്പ് ചെയ്യാം. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അതിനെ സമ്മപ്പ് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ പേജ് നമ്പർ 290 ഇല്ലസ്ട്രേഷൻ 20ലാണ്. പേജ് നമ്പർ 290 ഇല്ലസ്ട്രേഷൻ 20 ക്വസ്റ്റ്യനാണ്. യു ആർ ഗിവൺ ദ ഫോളോയിങ് ഡാറ്റ റിലേറ്റിംഗ് ടു എ കമ്പനി ഫോർ 2015. 2015 എന്താണ് ചില ഡാറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട്. നെറ്റ് സെയിൽസ് 20 lakhs, 20 ലക്ഷം രൂപയാണ് നെറ്റ് സെയിൽസ് തന്നിട്ടുള്ളത്. കോസ്റ്റ് ഓഫ് സെയിൽസ് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റാണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് മുഴുവനായിട്ടും എന്താണ്, വേരിയബിൾ കോസ്റ്റാണ്. ദാറ്റ് ഈസ് 12 lakh. കോസ്റ്റ് ഓഫ് സെയിൽസ് മുഴുവനായിട്ടും വേരിയബിൾ കോസ്റ്റാണ്, അത് 12 ലക്ഷമാണ്. അപ്പോൾ കോസ്റ്റ് നമുക്കറിയാം, സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ എന്ത് കിട്ടും, കോൺട്രിബ്യൂഷൻ കിട്ടും അല്ലേ. സെയിൽസ് 20 ലക്ഷമാണ്, കോസ്റ്റ് ഓഫ് സെയിൽസ് 12 ലക്ഷമാണ്. അപ്പോൾ 20 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷം കുറച്ചാൽ എത്ര കിട്ടും, 8 ലക്ഷം ആവും നമ്മുടെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ എന്തുണ്ട്, 2 ഇൻഗ്രീഡിയൻ്റ് ആണ് കോൺട്രിബ്യൂഷനിലുള്ളത്. ഒന്ന് പ്രോഫിറ്റും മറ്റൊന്ന് ഫിക്സഡ് കോസ്റ്റും. ക്ലിയർ? ഒന്നുകൂടി വരാം. നെറ്റ് സെയിൽസ് 20 ലക്ഷമാണ്, കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് 12 ലക്ഷമാണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 3 lakh ആണ്, ഇൻട്രസ്റ്റ് ചാർജസ് 1 lakh ആണ്, ടാക്സ് റേറ്റ് 30% ആണ്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള ഇത് ഉപയോഗിച്ച് 3 കാര്യങ്ങൾ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി പ്രോഡക്റ്റ് ആയിട്ടുള്ള കമ്പൈൻഡ് ലിവറേജ്, രണ്ടും കൂടി കാണണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കണം. സ്റ്റേറ്റ്മെൻറ്റ് വരച്ചിട്ട് അങ്ങനെ വരയ്ക്കണം നിർബന്ധമല്ല, അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. എങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുന്നതാണ് ഉത്തമം. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വരയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലത് ഭാഗത്തൊരു എമൗണ്ടുകളുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. ഞാൻ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ വലത് ഭാഗത്തൊരു എമൗണ്ടുകളുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. അതിൽ സെയിൽസ്, നെറ്റ് സെയിൽസ് എഴുതുക. സെയിൽസിൽ നിന്ന് നമ്മൾ വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പെൻസുകൾ കുറയ്ക്കുക. അങ്ങനെ എക്സ്പെൻസ് ഓരോന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. ആ ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്ന് ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഓരോ ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ നോക്കാം നമുക്ക്. ആദ്യം തന്നെ നമ്മൾ നെറ്റ് സെയിൽസ് 20 lakhs എഴുതി വയ്ക്കുക. ലെസ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് നമ്മൾ കുറയ്ക്കുക. നെറ്റ് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി. 8 lakh rupees ആണ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ
അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എന്താണ് ഫിക്സഡ് കോസ്റ്റും അതുപോലെ തന്നെ എന്താണ് പ്രോഫിറ്റും കൂടി ചേർന്നാണ് കോൺട്രിബ്യൂഷൻ. ഇനി കോൺട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പെൻസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ട്, അത് കുറയ്ക്കുക. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 3 lakh ആണ്. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. കോൺട്രിബ്യൂഷൻ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് ചാർജസ് ഉണ്ട്. ഇൻട്രസ്റ്റ് ചാർജസ് നമ്മൾ കുറയ്ക്കുക. ഇൻട്രസ്റ്റ് ചാർജസ് 1 lakh ആണ്. 1 lakh ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് കുറയ്ക്കുക. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. പി ബി ടി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് ടാക്സിന് മുൻപുള്ള പ്രോഫിറ്റ്. ആ പി ബി ടി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ടാക്സ് റേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ടാക്സ് റേറ്റ് 30% ആണ്. 30% എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റിൻ്റെ 30% പ്രോഫിറ്റ് 4 lakh ആണ്. അതിൻ്റെ 30% ആയിട്ടുള്ള 1,20,000 നമ്മൾ ലെസ് ചെയ്യാം. 1,20,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് PAT കിട്ടും, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ദാറ്റ് ഈസ് 2,80,000 ആണ്. 2,80,000 രൂപയാണ് PAT എന്ന് പറയുന്നത്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് കഴിഞ്ഞു. പ്രോഫിറ്റ് അല്ലെങ്കിൽ സെയിൽസ് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നുള്ളത്, സീക്വൻസ് ആയിട്ട് എങ്ങനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് ഓരോ ഇക്വേഷൻസും എഴുതുക, വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതിയ കാരണം തന്നെ വ്യക്തമായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണ്? കോൺട്രിബ്യൂഷൻ 8 lakh ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ലക്ഷം രൂപയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ 8 lakh ഡിവൈഡ് ബൈ 5 lakh ഈസ് ഈക്വൽ ടു 1.6 times. 1.6 times എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ എന്താണ് 1.6 ഇരട്ടി കോൺട്രിബ്യൂഷൻ നമുക്ക് എന്തുണ്ട്? ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജിലുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആൻസർ 2 ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് 5 ലക്ഷമാണ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നമുക്ക് 4 lakh ആണ്. ദാറ്റ് ഈസ് 1.25 times ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ലാസ്റ്റ് കമ്പൈൻഡ് ലിവറേജ് ആണ്. കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റാണ്. അപ്പോൾ ആദ്യത്തെ ആൻസർ ഇൻറ്റു രണ്ടാമത്തെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഒന്നുകൂടി പറയാം, കമ്പൈൻഡ് ലിവറേജ് ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ്. ദാറ്റ് ഈസ് 1.6 ഇൻറ്റു 1.25. ദാറ്റ് ഈസ് 2 times, 2 ഇരട്ടി. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ കുട്ടികൾ ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഓരോന്നും എന്താണെന്ന് പഠിച്ചിരിക്കണം. അത് വ്യക്തമാക്കിയാൽ മാത്രമേ, വ്യക്തമായിട്ട് പഠിച്ചാൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. അടുത്ത് നമുക്ക് റേഷ്യോസൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. പല ടൈപ്പിൽ വരും. അതായത് റേഷ്യോസ്, ബാലൻസ് ഷീറ്റ് തന്നിട്ട് നമുക്ക് റേഷ്യോസ് ചെയ്യേണ്ടി വരും. ചില കേസുകളിൽ നമുക്ക് റേഷ്യോസ് തന്നിട്ട് നമുക്കതിൽ നിന്ന് ബാലൻസ് ഷീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പല മോഡൽസും മെത്തേഡ്സൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് റേഷ്യോ അനാലിസിസ്. ലിമിറ്റേഷൻസ് ഓഫ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പലപ്പോഴും ഇത് ബി ബി എക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തിയറിക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. തിയറിയും നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കൃത്യമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ തിയറിയും കൂടി പഠിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഈ റേഷ്യോസ് നമ്മൾ ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലത്തെ ഫിഗേഴ്സ് ഉപയോഗിച്ചാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഇപ്പോൾ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ്, അല്ലേ? ഈ കറണ്ട് അസറ്റ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? കറണ്ട് ലയബിലിറ്റി എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് ബാലൻസ് ഷീറ്റിൽ നിന്നാണ്, അല്ലേ? ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്നാണ് നമ്മൾ റേഷ്യോ അനാലിസിസിനുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനുള്ള എല്ലാ പ്രശ്നങ്ങളും, എല്ലാ ലിമിറ്റേഷൻസും എന്തിനുണ്ട്? ഈ റേഷ്യോ അനാലിസിസിനും ഉണ്ടാവും. ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് ഒരുപാട് നമ്മൾ പറയാറുണ്ടല്ലോ, അത് ഹിസ്റ്റോറിക്കൽ ടേംസ് ഒരിക്കൽ വന്ന റെക്കോർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തുന്നത്, അല്ലേ? നമ്മൾ ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന എവിടുന്ന? നേരത്തെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഫിഗേഴ്സ് എടുത്തിട്ടാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക്കാന്ന് പറയാൻ പറ്റില്ല. അതൊരിക്കലും ഫ്യൂച്ചറിസ്റ്റിക് അല്ല. അങ്ങനെ ഫ്യൂച്ചറിസ്റ്റിക് അല്ലാത്തൊരു റേഷ്യോ ഉപയോഗിച്ച് നമുക്ക് നാളത്തേക്ക് നമുക്ക് ഒരിക്കലും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെ ഒരുപാട് ഡ്രോബാക്സ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനുള്ള ഡ്രോബാക്സൊക്കെ
എന്തിനുമുണ്ട്? റേഷ്യോ അനാലിസിസിനുമുണ്ട്. ഒന്നാമത്തെ പോയിൻ്റ്. 2, ലാക്ക് ഓഫ് പ്രോപ്പർ സ്റ്റാൻഡേർഡ്സ്. നമ്മൾ പറഞ്ഞ എന്താണ്? ദ ഐഡിയൽ കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു എത്രയാണ്? 2:1. 2:1 എന്ന് പറയുന്ന കറണ്ട് റേഷ്യോ ആണ് ഐഡിയൽ, അല്ലെങ്കിൽ അതാണ് സാറ്റിസ്ഫാക്ടറി ലെവൽ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെയും നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ എവിടെയും ഡിസ്കസ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ അതാണ് ബെറ്റർ എന്ന് പറയുന്നു. ഇനി ജി പി റേഷ്യോ എന്ന് പറയുന്നത് എന്താ? ജി പിക്ക് അങ്ങനെ ഒരു ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് സ്റ്റാൻഡേർഡോ സാറ്റിസ്ഫാക്ടറി ലെവലൊന്നും പറയുന്നില്ല. അത് എന്ത് കവർ ചെയ്യണമെന്ന് മാത്രമാണ് പറയുന്നത്. നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കവർ ചെയ്ത് നമുക്ക് ചെറിയൊരു എമൗണ്ട് ഓഫ് നെറ്റ് പ്രോഫിറ്റ് കിട്ടണമെന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. അപ്പോൾ അവിടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു ക്ലിയർ കട്ടായിട്ടുള്ള സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ഓപ്പറേറ്റിംഗ് റേഷ്യോന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസിന് വേണ്ടി പ്രോപ്പർ സ്റ്റാൻഡേർഡ്സിൽ, അപ്പോൾ ലാക്ക് ഓഫ് പ്രോപ്പർ സ്റ്റാൻഡേർഡ്സ് ഇല്ലാത്തത് ഒരു വലിയ ഡ്രോബാക്കാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം, ഈ റേഷ്യോ അനാലിസിസിനെ സംബന്ധിച്ചിടത്തോളം. ദെൻ നെക്സ്റ്റ് ഈസ് 3rd പോയിൻറ്റ്, പ്രോബ്ലംസ് ഓഫ് വിൻഡോ ഡ്രസ്സിങ്. പ്രോബ്ലംസ് ഓഫ് വിൻഡോ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ, വിൻഡോ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ റോഡിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ കടകളുടെ മുമ്പിലൊക്കെ നല്ല ഷർട്ടും ടീഷർട്ട്സൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ കടക്കാരൻ എന്ത് ചെയ്യും? ഏറ്റവും നല്ല ടീഷർട്ടും അല്ലെങ്കിൽ ഏറ്റവും അട്രാക്റ്റീവായി തോന്നുന്ന ഡ്രസ്സസ് ആയിരിക്കും മുമ്പിൽ വെച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ അകത്ത് നിന്ന് നോക്കിയിട്ട് അതിൻ്റെ സ്റ്റഫ് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ മോശമായിരിക്കും. പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആവും. ഇതിനെയാണ് നമ്മൾ വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ഇതുപോലെ വിൻഡോ ഡ്രസ്സിങ് നടത്തി നല്ല ഭംഗിയാക്കി വെച്ചിരിക്കും നമ്മുടെ ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടൊക്കെ. പുറത്തുനിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പ്രഷനായിരിക്കും. അല്ലെങ്കിൽ മാക്സിമം പുറത്തുനിന്നുള്ള ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ഇമ്പ്രഷൻ കിട്ടാവുന്ന രീതിയിലാണ് നമ്മുടെ P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഉള്ളിലേക്ക് കടന്നു നോക്കി കഴിഞ്ഞാലാണ് നമുക്ക് അവിടെയുള്ള കുണ്ടും കുഴികളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് വിൻഡോ ഡ്രസ്സിങ് ആയതുകൊണ്ട് തന്നെ പല ഫിഗേഴ്സും എന്തല്ല ഒരു കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഫിഗറാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിൻഡോ ഡ്രസ്സിങ് നടത്തിയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഫിഗേഴ്സ് എടുത്ത് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നല്ലൊരു റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പ്രോബ്ലംസ് ഓഫ് വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയുന്നത് എവിടെയും എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിലും റേഷ്യോ അനാലിസിസിലൊക്കെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. 4ാമത്തെ പോയിൻ്റ്, ഇഗ്നോറിങ് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അതായത് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റം, അതായത് ഇപ്പോൾ നമ്മൾ പറയില്ലേ ചില കേസുകളിൽ റേഷ്യോ അനാലിസിസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ വാല്യൂ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഐറ്റംസ് മാത്രമാണ്. ഒരു എംപ്ലോയിയുടെ ക്രെഡിറ്റ് വർത്തിനെസ്, അയാളുടെ ഹാർഡ് വർക്കിംഗ്, അയാളുടെ വിശ്വാസ്യത, അല്ലെങ്കിൽ അയാളുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അയാളുടെ സ്ഥാപനത്തിനോടുള്ള ഒരു അഫെക്ഷൻ, അങ്ങനെയുള്ള നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അക്കൗണ്ട് ചെയ്യില്ല. റേഷ്യോ അനാലിസിസിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഐറ്റംസ് മാത്രമാണ്. ആ ഫിനാൻഷ്യൽ പോയിൻറ്റ്സ് മാത്രമേ നമുക്ക് അവിടെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. 5ാമത്തെ പോയിൻ്റ്, ഇൻഅപ്രോപ്രിയേറ്റ് സെലക്ഷൻ ഓഫ് റേഷ്യോസ്. ഇനി നമുക്കറിയാം നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോ, അതുമല്ലെങ്കിൽ നമ്മൾ കറണ്ട് റേഷ്യോ, ഈ കറണ്ട് റേഷ്യോ ലിക്വിഡിറ്റി റേഷ്യോസ് എന്നുള്ള ഹെഡിങ്ങിൽ വരുന്ന 3 റേഷ്യോസാണ് കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, അതുപോലെ തന്നെ ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. അപ്പോൾ എന്താണ് ലിക്വിഡിറ്റി റേഷ്യോ? ലിക്വിഡിറ്റി റേഷ്യോസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്ഥാപനത്തിൻ്റെ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ പൊസിഷൻ മെഷർ ചെയ്യാൻ സാധിക്കും. ലിക്വിഡിറ്റി പൊസിഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥാപനത്തിൻ്റെ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ പൊസിഷൻ മെഷർ ചെയ്യാൻ സാധിക്കും അല്ലേ? അപ്പോൾ നമുക്കറിയണം, നമ്മളോട് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ചോദിക്കുകയാണ്, കമൻറ്റ് അബൌട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഫേം. ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ പറ്റി കമൻറ്റ് ചെയ്യാൻ നമ്മളോട് പറയാണ്. അപ്പോൾ അങ്ങനെ ഫിനാൻഷ്യൽ പൊസിഷനെ പറ്റി കമൻറ്റ് ചെയ്യാൻ നമ്മളോട് പറയുമ്പോൾ ആ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ എന്തൊക്കെ ടൈപ്പ് റേഷ്യോസാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയണം. എന്നാലല്ലേ അതിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടൊരു റേഷ്യോ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദർ ആർ മെയിൻലി 2 ടൈപ്സ് ഓഫ് റേഷ്യോസ് ടു മെഷർ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി അല്ലേ? 2 ടൈപ്പും റേഷ്യോസ് വേണം ഉപയോഗിക്കാൻ. ഒന്ന് ഷോർട്ട് ടൈം പൊസിഷൻ അല്ലേ? ദർ ആർ ലിക്വിഡിറ്റി റേഷ്യോസ് ടു മെഷർ the short term financial position of the business. There are solvency ratios to measure the long term solvency of the firm.
അല്ലേ? അപ്പോൾ ഷോർട്ട് ടൈം ലിക്വിഡിറ്റി പൊസിഷൻ അളക്കാൻ വേണ്ടിയിട്ട് എന്താണ് ലിക്വിഡിറ്റി റേഷ്യോസും, ലോങ് ടൈം ലിക്വിഡിറ്റി അല്ലെങ്കിൽ സോൾവൻസി അളക്കാൻ വേണ്ടി സോൾവൻസി റേഷ്യോസും നമുക്കുണ്ടെന്ന് അറിയുകയും വേണം. അതിനൊക്കെ അതിനൊക്കെ താഴെ എത്ര ലിക്വിഡിറ്റി റേഷ്യോസ് ഉണ്ട്, എത്ര സോൾവൻസി റേഷ്യോസ് ഉണ്ട്, അതിലേതൊക്കെ നമുക്ക് ഉപയോഗിക്കണം എന്ന് നമുക്കറിയണം. എന്നറിഞ്ഞാൽ മാത്രമാണ് കൃത്യമായിട്ട് നമുക്ക് റേഷ്യോ അനാലിസിസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ചാൽ ഇൻഅപ്രോപ്രിയേറ്റ് സെലക്ഷൻ ഓഫ് റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേൺ ഓവർ റേഷ്യോസ് ഉപയോഗിക്കേണ്ടടുത്ത് ലിക്വിഡിറ്റി അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോസ് ഉപയോഗിക്കേണ്ടടുത്ത് ലിക്വിഡിറ്റി റേഷ്യോസ് ഉപയോഗിച്ചാൽ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന റേഷ്യോസ്, ഒരു പ്രോബ്ലം ഇവാലുവേറ്റ് ചെയ്യാൻ, അനലൈസ് ചെയ്യാൻ നമ്മൾ സെലക്ട് ചെയ്യുന്ന റേഷ്യോസ് പ്രോപ്പറായിരിക്കണം, അല്ലേ? പ്രോപ്പറായിട്ടുള്ള റേഷ്യോസ് സെലക്ട് ചെയ്യാത്ത ഒരു പരിധി വരെ ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ് കേട്ടോ. അപ്പോൾ ഇൻഅപ്രോപ്രിയേറ്റ് സെലക്ഷൻ ഓഫ് റേഷ്യോസ് ഒരു പ്രധാനപ്പെട്ട ഡ്രോബാക്കാണ്. നെക്സ്റ്റ് പോയിന്റ്, 6ാമത്തെ പോയിന്റ്, ബയാസ് ഇൻ ഇൻ്റർപ്രിട്ടേഷൻ. ബയാസ് ഇൻ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന മാനേജർക്കോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനലിസ്റ്റിനോ ഒരുപാട് ബയാസ് ഉണ്ടാവും. അവർ കുറേ വർഷങ്ങളായിട്ട് ഫീൽഡിലുള്ള ആളുകളാവും. അപ്പോൾ അവരിത് ചെയ്യുന്നതിന് മുൻപ് തന്നെ വിചാരിക്കും എന്താണ്, ഈ കമ്പനിക്ക് ഇത്രയും പൊസിഷൻ വീക്കാണ്, അല്ലെങ്കിൽ നല്ല പൊസിഷനില്ല, അങ്ങനെ ഒരുപാട് ബയാസ് അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക കാഴ്ചപ്പാടുകൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒരുപാട് ആയിട്ട് എന്തിനെ സ്വാധീനിക്കും, ഈ റേഷ്യോ അനാലിസിസിന് സ്വാധീനിക്കും. നമ്മളൊരു 0 പോയിൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫ്രഷ് പോയിൻറ്റിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പോയിൻറ്റിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് റേഷ്യോ അനാലിസിസ് കുറച്ചുകൂടി ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ബയാസിൽ നിന്ന് ഫ്രീ ഫ്രം ബയാസ് ആയിരിക്കണം. ബയാസ് ഒരു പ്രധാനപ്പെട്ട ഡ്രോബാക്കാണ്. ദെൻ 7ാമത്തെ പോയിൻറ്റ്, നോട്ട് കമ്പയറബിൾ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഫിനാൻഷ്യൽ റേഷ്യോസ് കമ്പയറബിൾ അല്ല എന്ന് പറയാൻ കാരണം, നമ്മൾ ഒരു സ്ഥാപനത്തിൻ്റേതായിട്ടുള്ള യാതൊരു നേച്ചറും ഇല്ലാത്ത സ്ഥാപനമായിരിക്കും വേറൊരു സ്ഥാപനം. അപ്പോൾ ഈ രണ്ട് സ്ഥാപനത്തിൻ്റെയും ബാലൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ റേഷ്യോ അനാലിസിസ് ചെയ്തിട്ട് ഇതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരേ ടൈപ്പ് സ്ഥാപനത്തിൽ, ഒരേ നേച്ചർ സ്ഥാപനത്തിൽ മാത്രമേ ഇത് കമ്പയറബിളായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഡിഫറെൻറ്റ് നേച്ചറുള്ള സ്ഥാപനങ്ങളിലാണെങ്കിൽ ഇതൊരിക്കലും കമ്പയറബിൾ അല്ല. അപ്പോൾ പല ടൈപ്പ് സ്ഥാപനങ്ങളിലും പല മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്, പല മോഡൽസാണ് യൂസ് ചെയ്യുന്നത്. അവിടെയൊന്നും ഇത് കമ്പയറബിൾ ആണെന്ന് പറയാൻ സാധിക്കില്ല. ദെൻ 8ാമത്തെ പോയിൻ്റ്, ഇഗ്നോറിങ് പ്രൈസ് ലെവൽ ചേഞ്ചസ്, അല്ലേ? ഇവിടെ ഒരു പ്രധാനപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയിൽ പ്രോഫിറ്റ് വന്നു, റേഷ്യോ ഹയറാണ്, GP റേഷ്യോ ഹയറാണ്. പക്ഷേ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. അവിടെ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പ്രൈസ് കൂടി, വില കൂടി, മാർക്കറ്റ് കണ്ടീഷൻ കുറച്ചുകൂടി വ്യത്യാസം വന്നു. ഇതൊന്നും നമ്മൾ എടുക്കണില്ല, മനസ്സിലായോ? അപ്പോൾ വില കൂടുന്ന പ്രൈസ് ലെവലിലുള്ള ചേഞ്ചസ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അല്ലെ പ്രൈസ് ലെവലിലുള്ള ചേഞ്ചസ്, ഇപ്പോൾ വില കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് നമ്മളത് ഇവിടെ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം എവിടെയില്ല, ഈ റേഷ്യോ അനാലിസിസിലില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഡ്രോബാക്കാണ്. അങ്ങനെ 8 ഡ്രോബാക്സാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന്, ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൽ നമുക്ക് പറയാൻ പറ്റാവുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ലിമിറ്റേഷൻസ് എല്ലാം തന്നെ എന്തിനുണ്ട്, റേഷ്യോ അനാലിസിസിനുണ്ട്. 2, ലാക്ക് ഓഫ് പ്രോപ്പർ സ്റ്റാൻഡേർഡ്സ്. പ്രോപ്പറായിട്ടുള്ള സ്റ്റാൻഡേർഡ്സിൻ്റെ കുറവ്, അല്ലേ? കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇല്ല. പ്രോപ്പർ സ്റ്റാൻഡേർഡ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സാറ്റിസ്ഫാക്ടറി ലെവൽ ഇതാണ്, ബെറ്റർ ലെവൽ ഇതാണെന്നൊക്കെ പറയാമെന്നല്ലാതെ ഒരു പ്രോപ്പർ സ്റ്റാൻഡേർഡ് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. 3, പ്രോബ്ലം ഓഫ് വിൻഡോ ഡ്രസ്സിങ്. വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയുന്ന പ്രോബ്ലം എവിടെയുണ്ട്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു പ്രോബ്ലമാണ്. അതേ പ്രോബ്ലം എവിടെ എഫക്റ്റ് ചെയ്യുന്നു? ഇവിടെയും എഫക്റ്റ് ചെയ്യുന്നു. ദെൻ 4ാമത്തെ പോയിൻ്റ്, ഇഗ്നറിങ് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇഗ്നോർ ചെയ്യുന്നു, അത് ഒഴിവാക്കുന്നു. നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് നമ്മൾ എടുക്കുന്നില്ല, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. 5, ഇനപ്രോപ്രിയേറ്റ് സെലക്ഷൻ ഓഫ് റേഷ്യോസ് സെലക്ട് ചെയ്യുന്ന റേഷ്യോസ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ റേഷ്യോസ് എടുക്കുന്നത്, ആ റേഷ്യോസിൻ്റെ സെലക്ഷൻ മോശം റേഷ്യോസ് സെലക്ട് ചെയ്താൽ നമുക്ക് ഒരിക്കലും നല്ല റിസൾട്ട് കിട്ടില്ല. ബയാസ് ഇൻ ഇൻ്റർപ്രിട്ടേഷൻസിൽ ഒരുപാട് ബയാസ് വരുന്നു, ഒരുപാട് കാഴ്ചപ്പാടുകൾ, ഒരുപാട് എന്താ പറയുക, നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മൾ ഒരുപാട് ബാധിക്കുന്നു. അത്തരം കാര്യങ്ങൾ നോട്ട് കമ്പയറബിൾ. നമ്മുടെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ടുകൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കമ്പയർ ചെയ്യാൻ പറ്റും, പക്ഷേ കമ്പയർ ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങളുടെ നേച്ചറും അതിൻ്റെ
അവിടുത്തെ ബേസൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നോട്ട് കമ്പയറബിൾ, അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റാത്ത ബേസ് ഉണ്ടാവും. ദെൻ ലാസ്റ്റ് 8ാമത്തെ പോയിൻ്റ്, ഇഗ്നറിങ് പ്രൈസ് ലെവൽ ചേഞ്ചസ്. പ്രൈസ് ലെവൽ ചേഞ്ചസ് എന്ത് ചെയ്യുന്നു? ഇഗ്നോർ ചെയ്യുന്നു. പ്രൈസ് ലെവൽ ചേഞ്ചസിലുള്ള അല്ലെങ്കിൽ പ്രൈസ് ലെവൽ ചേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കില്ല, റേഷ്യോ അനാലിസിസിനില്ല. അപ്പം മിക്കവാറും റേഷ്യോസൊക്കെ എടുത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രൈസ് ലെവലിൽ വരുന്ന മാറ്റങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളാറില്ല. അതാണ് നമുക്ക് പറയാറുള്ളത്. ഇനി നമുക്ക് ഇപ്പം നമ്മൾ റേഷ്യോ അനാലിസിസ് എന്നുള്ള ചാപ്റ്റർ ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞു. നമ്മൾ കുറേയൊക്കെ ഇതൊക്കെ പ്രോബ്ലംസൊക്കെ വർക്ക് ചെയ്തു. പക്ഷേ ഇതുകൊണ്ടായില്ല. ഇത്രയും പ്രോബ്ലംസ് വർക്ക് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് മുഴുവൻ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് കുറച്ചധികം വർക്ക് ചെയ്യേണ്ടതുണ്ട്. കാര്യം നമുക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെയാണ് എങ്കിലും അത് വർക്ക് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് തന്നെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഇനി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പഠിക്കുമ്പോൾ കുട്ടികളെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പക്ഷെ ഒന്നുകൂടി പറയുകയാണ്. റേഷ്യോ അനാലിസിസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് എല്ലാ റേഷ്യോസും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലേ, റേഷ്യോസ് ആർ ഡിവൈഡഡ് മെയിൻലി ഇൻറ്റു 3. അതിൽ നമ്മൾ പഠിക്കുന്ന ഓൺ ദ ബേസ് ഓഫ് ഫങ്ഷൻസ് റേഷ്യോസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 5, 6. എന്താണ്? ലിക്വിഡിറ്റി റേഷ്യോസ്, സോൾവൻസി റേഷ്യോസ്, അങ്ങനെയുള്ള ഓരോ റേഷ്യോസായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതിനകത്തൊക്കെ ഏതൊക്കെ വരുന്നു എന്നുള്ളത് പഠിക്കണം. 3, ആ റേഷ്യോസിൻ്റെ ഒക്കെ ഇക്വേഷൻസ് പഠിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി, അത് കൃത്യമായിട്ട് പഠിക്കണം. 4, അതിനകത്ത് വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ് കറണ്ട് അസറ്റ്, എന്തൊക്കെയാണ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയൊക്കെ ഒട്ടുമിക്ക 99% കുട്ടികൾക്കറിയാം അല്ലേ. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 സെയിമാ. അപ്പോൾ 2 സെയിമാണെന്ന് അറിയണം. ഇനി അതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്. ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്ന ഐറ്റം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്നത് ക്യാപിറ്റൽ ബോത്ത് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ, ഇക്വിറ്റി ക്യാപിറ്റലും പ്രിഫറൻസ് ക്യാപിറ്റൽ പ്ലസ്. പിന്നെ അതിലെന്തൊക്കെയാണ് വരേണ്ടത് ഓൾ ടൈപ്സ് ഓഫ് റിസർവ്സ് ആൻഡ് സർപ്ലസസ് അല്ലേ. ഇതാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ക്യാപിറ്റൽ പ്ലസ് ഓൾ ടൈപ്സ് ഓഫ് റിസർവ്സ് ആൻഡ് സർപ്ലസസ്, ഇത് അറിയണം. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ, ഓരോ റേഷ്യോസ് എന്താണെന്ന് അറിയണം. ആ റേഷ്യോസിനകത്ത് വരുന്ന എന്താണ് ഇക്വേഷൻസ് എന്താണെന്ന് അറിയണം. ഇക്വേഷൻസിൻ്റെ ഇൻഗ്രീഡിയൻസ് ഓരോന്നിൻ്റെയും 2 ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതിനകത്ത് എന്തൊക്കെ വരണം. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെ അതിൽ പെടും. അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സും നെറ്റ്വർത്തും ഏറെക്കുറെ ഒന്ന് തന്നെയാണ് എന്നൊക്കെ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം വരുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈ ഹാർട്ട് തന്നെ പഠിക്കണം റേഷ്യോസ്. ബൈ ഹാർട്ട് പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ കുട്ടികളോട് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ബൈ ഹാർട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് നോക്കണം. ബൈ ഹാർട്ട് പഠിക്കേണ്ടാത്ത കുറേ റേഷ്യോസ് ഉണ്ട്, അതായത് തീരെ നോക്കണ്ട എന്നുള്ള റേഷ്യോസ് ഉണ്ട്. ഇപ്പോൾ GP റേഷ്യോ, NP റേഷ്യോ. എന്താ GP റേഷ്യോ? സെയിൽസിൻ്റെ എത്ര ശതമാനമാണ് GP. എന്താ NP റേഷ്യോ? സെയിൽസിൻ്റെ എത്ര ശതമാനമാണ് NP. ഇക്വേഷൻ എങ്ങനെയാണ് കാണുക? GP ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. മറ്റേ ഇക്വേഷൻ എങ്ങനെയാണ് കാണുക? NP ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അല്ല, ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. പഠിക്കാതെ തന്നെ നമുക്ക് ഓൾറെഡി നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ്. ഗ്രോസ് പ്രോഫിറ്റ് എന്തിൻ്റെ മുകളിലാണ് കാണുക? സെയിൽസിൻ്റെ മുകളിലാണ്. നെറ്റ് പ്രോഫിറ്റ് എന്തിൻ്റെ മുകളിലാണ് കാണുക? സെയിൽസിൻ്റെ മുകളിലാണ് അല്ലേ. ഇനി ഒരു പ്രാവശ്യം അപ്പോൾ ഇതേപോലെ പഠിക്കേണ്ടാത്ത റേഷ്യോസ് നമ്മൾ മാറ്റി വയ്ക്കുക, ടിക്കറ്റ് വയ്ക്കുക. 2 ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാക്കുന്ന റേഷ്യോസ്. ഫോർ എക്സാമ്പിൾ കറണ്ട് റേഷ്യോ, കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ലിക്വിഡ് റേഷ്യോ ലിക്വിഡിറ്റി റേഷ്യോ, അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ എന്താ ലിക്വിഡ് അസറ്റ്? കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇത് പഠിക്കാതെ തന്നെ ഒരു പ്രാവശ്യം വായിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നതാണ്. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. പിന്നെ നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിരുത്തി പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ടേൺ ഓവർ ആൻഡ് സ്റ്റോക്ക്. അവിടെ ടേൺ ഓവർ എന്ന് പറയുന്നത് എന്താ? സെയിൽസ് അല്ല. സാധാരണ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സെയിൽസാണ്. പക്ഷേ സ്റ്റോക്ക് ആയതുകൊണ്ട് സെയിൽസിൽ നിന്ന് എന്ത് ഒഴിവാക്കണം? പ്രോഫിറ്റ് ഒഴിവാക്കണം. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ആവറേജ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്കാണ് എന്ത്? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ബൈ ഹാർട്ട് പഠിച്ചിട്ടല്ല,
ഞാനിപ്പോൾ ഇങ്ങനെ ഓരോ റേഷ്യോസ് ഡിസ്കസ് ചെയ്ത് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരും, ഏതാ ഇക്വേഷൻ പറയുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു റേഷ്യോ പറയുമ്പോഴേക്കും ഇക്വേഷൻ വരും അല്ലേ. അപ്പോൾ ഇത് കൃത്യമായിട്ട് കുട്ടികൾ നോക്കി വെക്കണം. പിന്നെ പല സമയത്ത് നമുക്ക് അവസാന ക്വസ്റ്റ്യൻസ് എസ് ഒക്കെ വരുന്ന സമയത്ത് റേഷ്യോ തന്നിട്ട് ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പറയും. അപ്പോൾ റേഷ്യോ തന്ന് ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പറയുമ്പോൾ നമുക്ക് അറിയണം, നമുക്ക് പല ടൈപ്പ് റേഷ്യോസ് അറിയണം. അതിൻ്റെ ഒരു റേഷ്യോ കിട്ടിയതിന് വേറൊരു റേഷ്യോ ഉപയോഗിച്ച് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വരണമെങ്കിൽ എല്ലാ റേഷ്യോസും നമ്മൾ പഠിക്കണം കേട്ടോ. അത് ആമുഖമായിട്ട് പറഞ്ഞു എന്നുള്ളൂ. നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലേക്ക് പോവാം. നമ്മുടെ പേജ് നമ്പർ 292 ആണ്. 292 പ്രോബ്ലം നമ്പർ 1. പ്രോബ്ലം നമ്പർ 1 ഞാൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. ഒരു ഓർഡിനറി ക്വസ്റ്റ്യൻ ആണ്. ദ കറണ്ട് റേഷ്യോ ഓഫ് എ കമ്പനി ഈസ് 2.6:1. കറണ്ട് റേഷ്യോ 2.6:1 ആണ്. 2.6:1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവരുടെ കറണ്ട് അസറ്റ് 2.6 ആണ്, കറണ്ട് ലയബിലിറ്റി 1 ആണ്. അപ്പോൾ ഒരു കറണ്ട് ലയബിലിറ്റി കൊടുത്തു തീർക്കാൻ 2.6 കറണ്ട് അസറ്റ് ഉണ്ട്, ബെറ്ററാണ്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 2:1 ആണ്. ഇവിടെ 2.6:1 ഉണ്ട്, ബെറ്റർ പൊസിഷനാണ്. ദെൻ എന്ത് ചെയ്യുന്നു? ആൻഡ് ദ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് എത്രയാണ്? 48,000. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 48,000 രൂപയാണ്. ഫൈൻഡ് ഔട്ട് കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് കറണ്ട് അസറ്റ്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ തന്നെ ഇത് പല രീതിയിൽ ചെയ്യാം. ഞാൻ നേരത്തെ കുട്ടികൾക്ക് ഇത് എടുക്കുന്ന സമയത്ത് ഇത് നമ്മൾ ഒരു 4-5 ക്ലാസ്സുകൾക്ക് മുൻപ് എടുത്തതാണ്. ഇത് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഏറ്റവും സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് മനക്കണക്ക് പോലെ സോൾവ് ചെയ്യാം. പക്ഷേ ചില കുട്ടികൾക്ക് ഇത് ഇക്വേഷൻ പോലെ തന്നെ ചെയ്താലാണ് അറിയുള്ളൂ. അപ്പോൾ ഞാനത് എല്ലാവർക്കും പറ്റാവുന്ന രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എന്താണ്? കറണ്ട് റേഷ്യോ, ദാറ്റ് ഈസ് കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു 2.6:1. ഇനി താഴെ പറയുന്നു, ലെറ്റ് കറണ്ട് ലയബിലിറ്റീസ് ബി എക്സ്. കറണ്ട് ലയബിലിറ്റി 1 അല്ലേ? ആ 1ന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? കറണ്ട് ലയബിലിറ്റീനെ എക്സ് എന്നുള്ള വാല്യൂ കൊടുക്കും. ദെർഫോർ കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു, കറണ്ട് അസറ്റ് എത്രയാണ്? കറണ്ട് ലയബിലിറ്റി 1 ആണെങ്കിൽ കറണ്ട് അസറ്റ് 2.6 ആണ് അല്ലേ. അപ്പോൾ കറണ്ട് ലയബിലിറ്റിക്ക് എക്സ് എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് അസറ്റിന് എന്ത് കൊടുക്കണം? 2.6x ആണ് അല്ലേ, 2.6x ആണ്. ദെൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് തന്ന എമൗണ്ട് തന്നിട്ട് 48,000. അപ്പോൾ ആദ്യം തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് അറിയണം. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ്. കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ചാലാണ് നമുക്ക് എന്ത് കിട്ടും? വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. ഇവിടെ കറണ്ട് അസറ്റ് എത്രയാണ്? 2.6x ആണ്. കറണ്ട് ലയബിലിറ്റി എത്രയാണ്? 1x ആണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയായിരിക്കും? 2.6x മൈനസ് 1x ഈസ് 2.6x നിന്ന് 1x കുറച്ച് എത്ര വരിക? 1.6x അല്ലേ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിന് എന്ന് പറയുന്നത് 1.6x ആണ്. 1.6x 48,000 എന്ന് നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട് അല്ലേ. 1.6x ഈസ് ഈക്വൽ ടു 48,000. Therefore x is equal to 48,000 divided by 1.6, that is rupees 30,000. അപ്പോൾ എക്സിൻ്റെ വില എത്രയാണ്? 30,000 രൂപയാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എക്സിൻ്റെ വില 30,000 രൂപയാണ്. ആ 30,000 രൂപയാണ് എക്സ് എന്നുണ്ടെങ്കിൽ 2.6x എത്രയാണ്? ദാറ്റ് ഈസ് കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു 2.6 ഇൻറ്റു 30,000 ഈസ് ഈക്വൽ ടു എത്രയാണ്? റുപ്പീസ് 78,000. 78,000 രൂപയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ ക്ലാസ്സിലെടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, എക്സിൻ്റെ വാല്യൂ ഒന്നും കൂടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് എക്സ് കൊടുക്കാതെ തന്നെ എന്ത് ചെയ്യാം? എക്സ് കൊടുക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ ആലോചിച്ച് അറിഞ്ഞൂടെ? 2.6 ആണ് കറണ്ട് അസറ്റ്, 1 ആണ് കറണ്ട് ലയബിലിറ്റി അല്ലേ. അപ്പോൾ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എത്ര വരിക? 2.6 മൈനസ് 1 ഈസ് ഈക്വൽ ടു 1.6. 1.6 ആണ് നമ്മുടെ കറണ്ട് ലയബിലിറ്റി, 48,000 അല്ലേ. അപ്പോൾ ദെർഫോർ കറണ്ട് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു നമ്മളെങ്ങനെ പറയുക? 48,000 ഡിവൈഡ് ബൈ 1.6 ഇൻറ്റു 1, ദാറ്റ് ഈസ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ് എങ്ങനെയാണ് കാണുക? 48,000 ഡിവൈഡ് ബൈ 1.6 ഇൻറ്റു 2.6, ദാറ്റ് ഈസ് കറണ്ട് അസറ്റ്. ഇങ്ങനെ എക്സിൻ്റെ ഉപയോഗം ഇല്ലാതെ തന്നെ, എക്സിൻ്റെ വാല്യൂ കൊടുക്കാതെ തന്നെ ഈസി ആയിട്ട് മനക്കണക്ക് പോലെ വിതിൻ സെക്കൻഡ്സ് നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താം. ഞാൻ എല്ലാവർക്കും വേണ്ടി പറയുന്ന കാരണമാണ് ഇത്തരം മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. കുറച്ചുകൂടി വേഗത്തിൽ ചെയ്യണമെന്നുള്ള കുട്ടികളുണ്ടെങ്കിൽ ആ മെത്തേഡും ചെയ്യാം. എന്തായാലും നമുക്ക് ആൻസറിലേക്ക് എത്തുകയാണ് വേണ്ടോ, ഇവിടെ നമുക്ക് അതിലേക്ക് വഴിയൊന്നും അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല. കുട്ടികൾ അങ്ങനെ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 293 പ്രോബ്ലം നമ്പർ 2 ആണ്. യു ആർ ഗിവൺ ദ ഫോളോയിങ് ഇൻഫർമേഷൻ. കറണ്ട് ലയബിലിറ്റീസ് 2 lakhs. 2 ലക്ഷം രൂപയാണ് കറണ്ട് ലയബിലിറ്റി തന്നിട്ടുണ്ട്.
ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കറണ്ട് റേഷ്യോ 2.5, ലിക്വിഡ് റേഷ്യോ 1.25, ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ വാല്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുട്ടികൾ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, കറണ്ട് ലയബിലിറ്റി തന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ കറണ്ട് റേഷ്യോ 2.5 ആണ്. 2.5 എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയാണ് വാല്യൂ ചെയ്യുക, നമ്മളെങ്ങനെ അതിനെ മനസ്സിലാക്കുക? കറണ്ട് റേഷ്യോ = 2.5:1. എന്താ 2.5:1 എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് ലയബിലിറ്റിക്ക് 2.5 കറണ്ട് അസറ്റ് അല്ല അതിൻ്റെ അർത്ഥം, അല്ലേ? 2.5:1 ആണ് കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു കറണ്ട് ലയബിലിറ്റിക്ക് 2.5 കറണ്ട് അസറ്റ് ഉണ്ട്. ആ ഒരു കറണ്ട് ലയബിലിറ്റി 2 ലക്ഷം ആണെങ്കിൽ കറണ്ട് അസറ്റ് എത്രയാണ്? 2 ലക്ഷം ഇൻറ്റു എന്താണ് 2.5 ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് അസറ്റ് കിട്ടും. സിമ്പിളാണ്. മനസ്സിലായോ? ഇനി പ്രോബ്ലത്തിലേക്ക് വരാം. ഇനി കുട്ടികൾക്ക് അതിൻ്റെ എന്താ പറയുക, പ്രോബ്ലം എഴുതി തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പോവാം. കറണ്ട് റേഷ്യോ = കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ദാറ്റ് ഈസ് 2.5/1. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കറണ്ട് റേഷ്യോ = 2.5 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളതിനെ എഴുതുന്ന സമയത്ത് അതിനെങ്ങനെ വാല്യൂ ചെയ്യുക, എങ്ങനെ വായിക്കും? കറണ്ട് റേഷ്യോ = 2.5:1. അപ്പോൾ 1 എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ലയബിലിറ്റിയാണ്. അതിൻ്റെ അർത്ഥം ഒരു കറണ്ട് ലയബിലിറ്റിക്ക് 2.5 കറണ്ട് അസറ്റ്, അല്ലെങ്കിൽ കറണ്ട് അസറ്റ് = 1 × 2.5 എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കറണ്ട് ലയബിലിറ്റി നമുക്ക് 2 lakh തന്നിട്ടുണ്ട്. Therefore കറണ്ട് അസറ്റ് = 2 lakh × 2.5 അല്ലേ? അതിൻ്റെ 2.5 ഇരട്ടി. 2 ലക്ഷത്തിൻ്റെ 2.5 ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്ര വരും? 5 ലക്ഷം വരും. 2 ഇരട്ടി എന്ന് പറഞ്ഞാൽ 4 ലക്ഷം. 1/2 ഇരട്ടി എന്ന് പറഞ്ഞാൽ 1 ലക്ഷം. അങ്ങനെ എത്രയാണ്? 5 ലക്ഷം രൂപയാണ് നമ്മുടെ കറണ്ട് അസറ്റ്. മനസ്സിലായല്ലോ? ഇനി അതിൽ പറഞ്ഞിട്ടുള്ളത് ലിക്വിഡ് റേഷ്യോ ആണ്. അപ്പോൾ എന്തിനാണ് കറണ്ട് റേഷ്യോ ലിക്വിഡ് റേഷ്യോ ഒക്കെ തരുന്നത്? ലിക്വിഡ് അസറ്റും കറണ്ട് അസറ്റും കിട്ടിയാലാണ് നമുക്ക് സ്റ്റോക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അതറിയണം. ഈ റേഷ്യോ മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് എന്തിലേക്ക് പോകാൻ പറ്റില്ല, പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെ സ്റ്റോക്കിലേക്ക് എത്തും? സ്റ്റോക്കിലേക്ക് എത്താനുള്ളൊരു വഴി എന്ന് പറയുന്നത്, സ്റ്റോക്ക് എങ്ങനെയാണ് കാണുക? കറണ്ട് അസറ്റും ലിക്വിഡ് അസറ്റും നമ്മളുടെ വ്യത്യാസം എന്താ? കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്, അല്ലേ? പ്രീപെയ്ഡ് എക്സ്പെൻസ് എല്ലാ ക്വസ്റ്റ്യനിലും വരില്ല. അപ്പോൾ നോർമലായിട്ട് വരുന്നത് കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്ക് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ലിക്വിഡ് അസറ്റ് കിട്ടും, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? സ്റ്റോക്ക് = കറണ്ട് അസറ്റ് മൈനസ് ലിക്വിഡ് അസറ്റ്. അതാണ് പോയിൻ്റ്. അപ്പോൾ ഇവിടെ ലിക്വിഡ് അസറ്റിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ലിക്വിഡ് അസറ്റ് റേഷ്യോ = 1.25:1 ആണ്. 1.25 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളതിനെ വായിക്കുമ്പോൾ എന്ത് ചെയ്യണം? 1.25:1 അതാണ് ലിക്വിഡ് റേഷ്യോ, അല്ലേ? അപ്പോൾ ഇവിടെ 1.25:1 എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുന്നത് ലിക്വിഡ് ലയബിലിറ്റിയാണ്. 1 എന്ന് പറയുന്നത് ലിക്വിഡ് ലയബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? Therefore ലിക്വിഡ് അസറ്റ് = ലിക്വിഡ് ലയബിലിറ്റീസിൻ്റെ എമൗണ്ട് എത്ര? 2 lakh × 1.25. 2 lakhൻ്റെ ഏകദേശം 1.25 ഇരട്ടി, അതായത് 2.5 ലക്ഷം. 2.5 ലക്ഷം രൂപയാണ് ലിക്വിഡ് അസറ്റ്. Therefore സ്റ്റോക്ക് = കറണ്ട് അസറ്റ് മൈനസ് ലിക്വിഡ് അസറ്റ്. കറണ്ട് അസറ്റ് എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. ലിക്വിഡ് അസറ്റ് 2.5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപയിൽ നിന്ന് 2.5 ലക്ഷം രൂപ കുറച്ചാൽ 2.5 ലക്ഷം രൂപയാണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? സ്റ്റോക്കായിട്ട് കിട്ടുക. അപ്പോൾ സ്റ്റോക്ക് = ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ മനസ്സിലാക്കണം, സ്റ്റോക്ക് എന്ന് പറയുന്നത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും കറണ്ട് അസറ്റും ലിക്വിഡ് അസറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ.